ക്ഷേത്രങ്ങൾ, കാവുകൾ അല്ലെങ്കിൽ കോവില്, ഇതെല്ലാം വ്യത്യസ്തമായ സംഭവങ്ങളാണോ? കാവ് എന്ന് പറയുന്നതാണ് നമ്മുടെ പരമ്പരാഗത ആരാധനാ കേന്ദ്രം. കാവ് ഒരിക്കലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അവിടെ വഴിപാട് ബോർഡോ ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. കാവിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത കാവ് പ്രകൃതിയാണ് എന്നുള്ളതാണ്. പ്രകൃതിയോട് ഇണങ്ങിയതാണ് കാവുകൾ. ഇപ്പം നമ്മുടെ മുമ്പ് ഉണ്ടായിരുന്ന നാഗക്കാവുകൾ, അല്ലെങ്കിൽ ഹനുമാൻ കാവ്, അയ്യപ്പൻ കാവ്, ഇതൊക്കെ കാവാണ്. ഇന്ന് ഈവൻ നാഗങ്ങളുടെ ക്ഷേത്രങ്ങളിൽ പോലും നമ്മൾ നാഗരാജ ക്ഷേത്രം എന്ന് എഴുതേണ്ട ഒരു ഗതികളിലാണ്. കാരണം ക്ഷേത്രം എന്ന് എഴുതിയാൽ അതെന്തോ വലിയ സംഭവമാണെന്നും കാവ് എഴുതിയാൽ അതെന്തോ ചെറിയതാണോ എന്നുള്ള വിശ്വാസം ആളുകളിലുണ്ട്. അതൊക്കെ ഈ വന്ന സാംസ്കൃതീകരിക്കുന്ന അല്ലെങ്കിൽ ആര്യവൽക്കരിക്കപ്പെടുന്ന ആരാധനയുടെ പ്രശ്നങ്ങളാണ്. നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നത് കാവുകളാണ്. കാവുകൾ ഇല്ലാതിരിക്കുന്നതിന്റെ പ്രശ്നമാണ് ഇന്ന് നമ്മൾ പല രീതിയിലും പല പാരിസ്ഥിതിക ബുദ്ധിമുട്ടുകളായിട്ടും അനുഭവിക്കുന്നത്. നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ കാവുകൾ, ക്ഷേത്രങ്ങൾ. എന്താണ് കാവുകൾ, എന്താണ് ക്ഷേത്രങ്ങൾ? അതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിച്ചു. പുള്ളി പറയുന്നത് പോലെയാണോ അല്ല, എന്താണ് അതിൻ്റെ സത്യം എന്നതാണ് നമ്മൾ നോക്കുന്നത്. മനുഷ്യർ ആദിമകാലങ്ങളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ഗുഹകളിലും മറ്റും ആയിട്ടാണ് അവർ താമസിച്ചിരുന്നത് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഇവർ ഒറ്റയ്ക്ക് വേട്ടയാടിയും പഴങ്ങൾ ഭക്ഷിച്ചും പഴവർഗ്ഗങ്ങൾ ഭക്ഷിച്ചും അങ്ങനെയൊക്കെയായിരുന്നു മുൻകാലങ്ങളിൽ മനുഷ്യന്മാർ ജീവിച്ചിരുന്നത്. ജീവിവർഗങ്ങളിൽ ഏറ്റവും ബലം കുറവുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഉദാഹരണം പറയാം, മനുഷ്യർക്ക് മരം കയറാനുള്ള കഴിവുണ്ടായിരുന്നില്ല. കുരങ്ങുകളെ പോലെ മരങ്ങളിൽ ചാടിച്ചാടി നടക്കാനുള്ള കഴിവുകൾ ഉണ്ടായിരുന്നില്ല. വെള്ളത്തിലൂടെയുള്ള വേഗത്തിലുള്ള യാത്ര സാധ്യമായിരുന്നില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശക്തിയായി ഓടാൻ പോലും സാധിച്ചിരുന്നില്ല. വന്യമൃഗ ജീവികളിൽ നിന്ന് വളരെയേറെ അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ആയിരുന്നു അവൻ പലപ്പോഴും അതിജീവിച്ച് വന്നിട്ടുള്ളത്. മനുഷ്യൻ്റെ മെയിൻ ആയുധം എന്ന് പറയുന്നത് തന്നെ ബുദ്ധിയാണ്. ബുദ്ധി വളർച്ച എത്തിയ മനുഷ്യന്മാർ എന്ത് ചെയ്യാൻ തുടങ്ങി? കൂട്ടമായി താമസിക്കുവാൻ തുടങ്ങി. കൂട്ടമായി താമസിക്കുമ്പോഴാണ് അവൻ്റെ ശക്തി വീണ്ടും കൂടുന്നത് എന്ന് അവൻ മനസ്സിലാക്കി. അവൻ കൃഷി ആരംഭിച്ചു. അങ്ങനെ ഭക്ഷ്യവർഗ വസ്തുക്കൾക്ക് വേണ്ടി അവന് നിരന്തരം വേട്ടയാടുകയും ഭക്ഷണം തേടി പോകേണ്ടതുമായിട്ടുള്ള ആവശ്യങ്ങൾ കുറഞ്ഞു വന്നു. കൂട്ടമായി താമസിക്കുന്നതിലൂടെ അവൻ അതൊക്കെ നേടിയെടുത്തുകൊണ്ടിരുന്നു. ഇങ്ങനെയാണ് സിവിലൈസേഷൻസ് ഉണ്ടാകുന്നത്. സിവിലൈസേഷനുകൾ നദീതീരങ്ങളിലാണ് ആദ്യകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് അറിയാവുന്നതാണ് സിന്ധു നദീതട സംസ്കാരം, മെസപ്പൊട്ടേമിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം. ഇങ്ങനെയുള്ള എല്ലാ സംസ്കാരങ്ങളും എങ്ങനെയാണ് വന്നിട്ടുള്ളത്? നദീതടങ്ങളിലാണ്. അപ്പോൾ നമ്മുടെ വിഷയം എന്താണ്? കാവുകൾ, എന്താണ് ക്ഷേത്രം? ലോകത്ത് നാനാഭാഗങ്ങളിലും ക്ഷേത്രങ്ങളുണ്ട്. നാനാഭാഗങ്ങളിലും ട്രൈബ്സ്, സമൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവരെ എങ്ങനെ വേർതിരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദിമ മനുഷ്യർ കാടുകളിലാണ് താമസിച്ചിരുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾ പറയുന്നത് കേട്ടു, കാവ് എന്ന് പറയുന്നത് പ്രകൃതിയാണ്. അതായത് കാവിന് ചുറ്റും കാടും ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതായത് ഏതെങ്കിലും ഒരു ട്രൈബ്സ് ഏതെങ്കിലും ഒരു സംഭവത്തെ, ഒരു ഡൈറ്റിയെ ആരാധിച്ചു പോന്നു. അത് അവരുടെ ദൈവമായിട്ട് അവർ കണ്ടു. അവർ അധിവസിക്കുന്ന ചുറ്റുവട്ടങ്ങളിൽ ഏതാണോ അവർക്ക് ഏറ്റവും കൂടുതൽ ഭീഷണിയാകുന്നത് അതിനെയാണ് അവർ ആരാധിച്ചു വന്നത്. അത് കോപിക്കാതിരിക്കാൻ വേണ്ടി അതിന് ബലിയായും പൂജയായും മറ്റും പല കാര്യങ്ങളും ചെയ്തു വന്നു. അതിനെ പ്രസാദിപ്പിച്ചാൽ എന്തുണ്ടാവില്ല? അതിൽ നിന്നുള്ള ദ്രോഹം ഉണ്ടാവില്ല എന്ന രീതിയിലാണ് മുൻകാലങ്ങളിൽ മനുഷ്യർ ആചരിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ അത് നാഗം,
ചില സ്ഥലങ്ങളിൽ അത് അഗ്നി, ചില സ്ഥലങ്ങളിൽ അത് വായു, ചില സ്ഥലങ്ങളിൽ അത് സൂര്യൻ. അങ്ങനെ 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 ലിസ്റ്റുകൾ നീണ്ടുപോകും. പിന്നീട് മനുഷ്യർ ഇന്ന് കാണുന്ന രീതിയിൽ ആയി. ആ സമയങ്ങളിൽ പല ഡൈവേഷൻസുകളും സംഭവിച്ചു. ആര്യൻ, ദ്രാവിഡൻ, അങ്ങനെ പല മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, അങ്ങനെ അങ്ങനെ പല രൂപത്തിൽ ഇത് മാറി മാറി വന്നു. ആ സമയങ്ങളിൽ അവർ ഈ കാവുകൾ, അതായത് കാട് ഇവിടുന്ന് പോയി. കാടൊക്കെ മനുഷ്യർ വെട്ടിത്തെളിച്ച് നഗരങ്ങൾ ആക്കി മാറ്റി. ആ സമയത്ത് അവർ ആരാധിച്ചത്, ഒരു കൂട്ടം ആളുകൾ ആരാധിച്ചത് എങ്ങനെ? ആരാധനാലയങ്ങൾ പണിത് ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ മനുഷ്യൻ അപ്ഡേഷനായി വന്ന സമയത്ത് ദൈവങ്ങളും അപ്ഡേഷനായി വന്നു. അങ്ങനെ പറയാൻ സാധിക്കൂ. അതിനെക്കുറിച്ച് വേണമെങ്കിൽ, എങ്ങനെ ദൈവം അപ്ഡേഷനായി എന്നുള്ള ഇതിനെക്കുറിച്ച് വേണമെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യാം. ഇപ്പോഴിങ്ങനെ പറയാം. അതായത് അപ്ഡേഷൻ വന്നു, ഓരോ ദൈവങ്ങളും ഓരോരോ രീതിയിലേക്ക് മാറി, പല ശക്തികൾ വന്നു. ആ സമയത്ത് ഇവർ അവർക്ക് ആരാധനാലയങ്ങൾ പണിത് അവർ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോഴും ഈ ട്രൈബ്സിൻ്റെ ആദിവാസി സമൂഹത്തിൽ താമസിച്ചവർ, അവരെ ഇപ്പോൾ പിന്നോക്കാവസ്ഥയിലുള്ളവർ എന്ന് പറയുന്നുണ്ട്. അവർ അപ്പോഴും ഈ കാടുകളിൽ കാവുകൾ നിലനിർത്തിപ്പോന്നു. അവരുടെ സ്ഥലങ്ങളിൽ ഇന്ന് പല കാവുകളും എങ്ങനെയായി? നഗരമധ്യത്തിലായി. പക്ഷെ അതിന് ചുറ്റും എന്ത് ചെയ്യും? കാട് നിലനിർത്തും. കാരണം അത് ആ സമൂഹം ആരാധിച്ചിരുന്ന ഒരു ആരാധനാലയമായിരുന്നു പണ്ടത്തെ കാവുകൾ. മൂപ്പന്മാരായിരുന്നു കാവുകൾ നടത്തി വന്നിരുന്നത്. ഇതാണ് കാവുകളും ക്ഷേത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം ചുരുക്കി പറയുകയാണെങ്കിൽ. അപ്പോൾ മുൻകാലങ്ങളിൽ ആളുകൾ എന്ത് ചെയ്തിരുന്നു? കാവുകളായിരുന്നു, അതായത് അവരുടെ ട്രൈബ്സിൻ്റെ അവരുടെ സമൂഹത്തിൻ്റെ ആരാധനാലയമായിരുന്നു എന്ത്? അതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു അവരുടെ ദിനചര്യകളും കാര്യങ്ങളും ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴേ അതായിരുന്നു അവരുടെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത്. പിന്നീട് ബ്രാഹ്മണർ വന്ന സമയത്ത് ക്ഷേത്രങ്ങൾ, അതായത് പല ആളുകൾ ഇവിടേക്ക് കുടിയേറി വന്ന സമയത്ത് അവരുടേതായ മുസ്ലിം മതം വന്നു, ക്രിസ്തു മതം വന്നു. അന്നേരം ഇവിടെ ഹിന്ദുമതം എന്നല്ല കേട്ടോ, ഇവിടെ ഉണ്ടായിരുന്നവരോ കൂട്ടം കൂട്ടമായി താമസിച്ചവരാണ്. അവർ ഒരേ രീതിയിലുള്ള ആരാധനാ രീതി പങ്കിട്ടവരെ എല്ലാം ചേർത്ത് ഹിന്ദുക്കൾ എന്ന് വിളിച്ചു എന്നേ ഉള്ളൂ. അതായത് സിന്ധു നദീതടത്തിൽ ഉണ്ടായ സംസ്കാരമായിരുന്നു മുന്നത്തെ ഹിന്ദുക്കൾ. അവരെ സിന്ധുക്കൾ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അവരുടെ ആരാധനാ രീതിയോട് ഏകദേശം സാമ്യം തോന്നുന്ന എല്ലാവരെയും ചേർത്ത് ഭരണകൂടം നിർമ്മിക്കുന്ന സമയത്ത് ഇവിടെ ഹിന്ദുക്കൾ എന്ന് വിളിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അതിനെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ പറയാം, നീണ്ടുപോകും. അതുകൊണ്ടാണ് അത് പറയാത്തത്. അധിക പേർക്കും അറിയുന്ന കാര്യങ്ങളാണ്, എന്നാലും ഞാനത് ചുരുക്കി പറഞ്ഞു എന്നേ ഉള്ളൂ, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ഈ ട്രൈബ്സിൻ്റെ ഈ സംഭവം ഇവിടെ കാവുകളായി നിലനിന്നു. പിന്നീട് വീണ്ടും മനുഷ്യന് ചിന്താഗതികൾ മാറി. അപ്പോഴെന്തായി? പല കാവുകളുടെയും പേര് മാറ്റി ക്ഷേത്രങ്ങൾ എന്നിടാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് കാവുകൾ എന്തായിട്ടുണ്ട്? ക്ഷേത്രങ്ങളായി മാറിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. പണ്ട് ഈ കാവുകൾ എന്നായിരുന്നു നെയിം ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ മുത്തപ്പൻ കാവ് എന്നുള്ളത് പറശ്ശിനി മടപ്പുര ക്ഷേത്രം എന്നാക്കിയതുപോലെ പല രീതിയിലും മാറി വന്നിട്ടുണ്ട്. അത് മനുഷ്യൻ്റെ ഇത് മാറുന്നതിനനുസരിച്ചിട്ട് അത് മാറുന്നതാണ്. അപ്പോൾ ഇതാണ് കാവുകളും ക്ഷേത്രങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസമായിട്ട് ഇന്ന് കണക്കാക്കുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയായിരുന്നു. നിങ്ങൾ അത് അന്വേഷിച്ചാൽ കിട്ടുന്നതാണ്. അപ്പോൾ ബാക്കി കുറേ സംശയങ്ങൾ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഉണ്ടാവും. അതിന് പ്രത്യേകം വേണമെങ്കിൽ വീഡിയോ ചെയ്യാം. അത് കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.